ഹായ്, വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ അമ്മയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ ഫ്രീ ആയെന്ന് വെച്ചാൽ അങ്ങനെ വെച്ച് പറയല്ല. അല്ല, ഇപ്പോൾ എത്ര ദിവസം പറഞ്ഞാൽ നമുക്കൊരു കാര്യത്തിനും അമ്മയ്ക്ക് വയ്യ, അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം നമ്മൾ പോവുക, അങ്ങനെ ആകുമ്പോൾ നമുക്കൊന്നിനും ഇനിയിപ്പോൾ നമ്മളെ വിളിക്കുക ആരും ഇല്ല, അല്ലെങ്കിൽ കാത്തിരിക്കും. ഉണ്ണോടെ സ്ക്രൂ ഉണ്ടാക്കാൻ പോകണത് പിടിക്കണം. നമ്മുടെ വണ്ടി പോയി 1-2 പ്രാവശ്യം വണ്ടി പോയി കഴിഞ്ഞാൽ ആശുപത്രി കേസാണോ എന്താണോ അങ്ങനെ പിടിക്കാനൊക്കെ ഇനി ആരും ഇല്ല. അതൊക്കെ കഴിഞ്ഞു അല്ലേ. ട്യൂഷന് കൊണ്ടാക്കി കഴിയാലും അപ്പം അവിടെ പോകുമ്പോൾ ഹോർണടിക്കണം. ഹോർണടിക്കാന്നല്ല അമ്മന്ന് വിളിക്കാന്ന് മണി അടിക്കാന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അതിനൊന്നും ആരുമില്ല. ഇനി വരുമ്പോഴും അവിടെ കാത്തു നിൽക്കാനും ആരില്ല. അപ്പം അങ്ങനെ അച്ഛനും അമ്മയും ആദ്യായം തലമുറ കഴിഞ്ഞു. നല്ല വിഷമായി. എന്താ വെച്ചാൽ കുറേ അല്ല പെട്ടെന്ന് രണ്ടാളൊരു മരണം എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത ഫീൽ. എന്താ വെച്ചാൽ ഇപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ച ഒരു 10-15 വർഷമാണ് അമ്മ പോണത്. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് ഒരാണെങ്കിൽ നമുക്ക് അച്ഛൻ പോയതിൻ്റെ ഫീൽ അമ്മ ഉണ്ട് എന്നുള്ളൊരു ഇതുണ്ട്. ഇതിപ്പോൾ ഒരു 3 മാസം അച്ഛൻ്റെ ഒരു ഇത് ഇങ്ങനെ മനസ്സിലിങ്ങനെ റെഡി നടക്കുമ്പോൾ തന്നെയാണ് അമ്മയുടെ മരണം. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് എത്ര വയസ്സായാലും എന്തൊക്കെ ഉണ്ടെങ്കിലും അവർ പോയി കഴിഞ്ഞു ലൈഫിൽ. അത് എന്നും എന്നോട് പറയും കേട്ടോ, അറിയില്ല, ജീവിച്ചിരിക്കുമ്പോൾ അറിയില്ല, ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്ത് പോകണമെങ്കിൽ പോകണ്ട, നമുക്ക് നാളെ പോവാന്ന് പറയും. അപ്പം ഞാൻ പറയും വേണ്ട പോവാന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ പോയി കാണുന്നതിൽ ഒരു അർത്ഥമില്ല അല്ലേ. ഞാൻ പോവാത്തതിന്റെ കാരണങ്ങളുണ്ടാവും വീട്ടിലത്തെ കാരണങ്ങളും ഞാൻ പറഞ്ഞില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ തുമ്മല, എന്തെങ്കിലും ഒരു ചുമയോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ ഞാൻ പോവില്ല. എന്താ വെച്ചാൽ നമുക്ക് അമ്മ അത്യാവശ്യം മരുന്ന് കഴിക്കണതാണ്, അമ്മയ്ക്ക് പെട്ടെന്ന് ഏൽക്കില്ല. എന്നാലും നമ്മളായിട്ടൊരു ബുദ്ധിമുട്ട് വേണ്ട വെച്ചിട്ടാണ് ഞാൻ കുറച്ച് കാരണങ്ങളുണ്ടാവും. നമുക്ക് വീഡിയോ എടുക്കലുണ്ടെങ്കിൽ നമുക്ക് ആളെങ്കിലും പോയാൽ പോലെ അങ്ങനെ എന്നോട് പറയാറുണ്ട് പലപ്പോഴും. അപ്പോഴും ഞാൻ പറയും നമ്മളെ അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ ഓടിപ്പോയിട്ട് പിന്നെ നമ്മൾ കുറ്റമയ്യോ നമുക്ക് ഇന്നലെ പോവായിരുന്നില്ല, അമ്മേനെ ഇന്നലെ കാണാമായിരുന്നില്ല, അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലോ ഒരു കുറ്റം മനസ്സിലോ നമുക്ക് തോന്നരുത്. നമുക്ക് ലാലേട്ടൊരു വീഡിയോയിൽ പറഞ്ഞത് എത്രയോ ശരിയാണ്. നമുക്ക് സമയം കണ്ടെത്തണം. അവരെ കാണണമെങ്കിലും അവരുടെ അടുത്ത് നമ്മൾ സമയം കണ്ടെത്തണം. അല്ലാണ്ട് നമുക്കായിട്ടൊരു സമയം ഇല്ല, നമുക്കൊന്നും ചെയ്യാൻ സമയമില്ല. അപ്പം എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തുന്നില്ലേ. നമ്മൾ ഫോണിൽ കളിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സമയം കണ്ടെത്തുന്നുണ്ട്, നമ്മുടെ ഇഷ്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്. നമ്മൾ സീരിയലോ ഒരു സിനിമയോ ഒരു ഹോട്ടൽ ഫുഡ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ 10 ആളോട് നിന്ന് വർത്തമാനം എല്ലാത്തിനും നമ്മൾ സമയങ്ങൾ കണ്ടെത്തുന്നുണ്ട് ഇല്ലേ. അതേപോലെ എന്നാലും നമ്മളെ പോലെ പരമാവധി സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങൾക്കും നിൽക്കാൻ നമുക്ക് പറ്റിയത്. അത് ഞാൻ പറഞ്ഞേ, എനിക്ക് അച്ഛനും അമ്മയും പോയി. പിന്നെ നമ്മൾ ഓരോരുത്തരുടെ വാക്കുകൾ എന്നാണ് ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുക. വയസ്സിന് മൂത്തതാവണമെന്നില്ല, വയസ്സിന് ചിലപ്പോൾ ചെറിയൊരു പറയണ ഒരു വാക്കായിരിക്കും നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഇതായിട്ട് കിടക്കുക. അപ്പോൾ ഞാൻ പറയട്ടെ, അച്ഛനും അമ്മേനും കാണാൻ നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ. അല്ലാത്ത കാര്യത്തിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടല്ലേ. ഇതിനായിട്ട് സമയം നമുക്കായിട്ട് വരില്ല. ഇതിനായിട്ട് സമയം നമുക്ക് അത് നിവർത്തില്ല. ജോലി എത്രയോ പ്രവാസികൾ ജോലി അതൊന്നും പ്രാക്ടിക്കൽ. ഇപ്പം ഞാൻ പറയട്ടെ, അനിയുടെ ഗൾഫിലുള്ളപ്പോൾ അനിയായിട്ടെന്നെ കാണാണ്ട് ഞാൻ 1 വർഷം 1.5 വർഷം 2 വർഷത്തിന് അടുത്ത് ഞാൻ നിന്നുണ്ട്. തിരിച്ച് ഈ ഒരു ഇപ്പം എൻ്റെ വീട്ടിൽ ചുരുക്കാൻ എൻ്റെ വീട്ടിൽ ഞാനും അനിയുടെ വീട്ടിൽ അനിയാണ് ഒരു ദിവസം അനിയുടെ എൻ്റെ അടുത്ത് മാറി എനിക്കൊരു തെരപ്പിലാന്തായിരുന്നു. അപ്പോൾ ചോദിക്കാം, ഈ 1 വർഷം 1.5 വർഷം നിങ്ങൾ പിരിഞ്ഞിരിക്കണില്ലേ. പക്ഷെ അത് നമുക്ക് ഗതികേടാ, നമുക്ക് പറ്റില്ല കാണാൻ അറിയാം. ഗതികേട് നമ്മുടെ ജോലിയാണ്. എത്രയോ അന്യ ദൂരത്താണ് ആൾ. നമുക്ക് എന്ത് വിചാരിച്ചാലും അങ്ങോട്ട് പോകാനോ ആൾക്ക് വിചാരിച്ച പോലെ പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് എത്താനോ പറ്റും. അപ്പം നമുക്ക് നമ്മുടെ മനസ്സ് ഉൾക്കൊള്ളും. തിരിച്ച് നമ്മൾ 2-3 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ടാളുണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ആ പ്രാന്ത് എന്താ വെച്ചാൽ നമുക്ക് പറ്റുന്നറിയാം. ആ പെട്ടെന്ന് നമ്മൾ അതിന് സാഹചര്യം കണ്ടെത്താൻ നമുക്ക് ആ പ്രാന്തും മാനസികമായിട്ടാണ്. അതൊരു സ്നേഹമാണ്. അത് ഞാൻ ചിലർ പറയാം നിങ്ങൾ ആൾക്കൊരു തൊഴിൽ, അതൊക്കെ ആർക്കും എന്ത് വേണം പറയാം. പക്ഷെ എനിക്ക് അനിയായിട്ട് ഇപ്പോൾ അനിയുടെ നാട്ടിൽ നിന്നിട്ട് 10 വർഷത്തോളം ഏകദേശം. അതിൻ്റെ ഇടയിൽ ഞാനും അനിയായിട്ടും പിരിഞ്ഞിരുന്നിരിക്കണം. ആകെ 2 ദിവസം 3 ദിവസമാണ്. അതിൽ ഒരു ദിവസം ടോൺസിലസിന്റെ അന്നും അനിയുടെ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നില്ലേ, ഉണ്ട്. ആ കുണിക്ക് മുകളിലെ പ്രസവിക്കാൻ വേണ്ടിയിട്ട്
2 ദിവസം ഹോസ്പിറ്റലിൽ പോയി കിടന്നു കൊറോണ കാലത്ത്. അങ്ങനെ എല്ലാവർക്കും നിൽക്കാൻ പറ്റാത്ത കാരണം അതിനായിട്ടും ഞാൻ നിന്ന ഉണ്ണീനെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റാത്തതിനും എനിക്ക് അതിനാണ് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ 2-3 ദിവസം ഞങ്ങൾ ലൈഫിൽ പിരിഞ്ഞിരുന്നിട്ടുള്ളൂ, അല്ലാണ്ട് ഞങ്ങൾ പിരിഞ്ഞിരിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ എന്നോട് 1 കോടി രൂപ എനിക്ക് ഒരാൾ തരാമെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രശ്നമല്ലാണ്ട് എനിക്ക് അതിനായിട്ടില്ലാണ്ട് ഒരു സ്ഥലത്ത് പോയി നിൽക്കാൻ എനിക്കിഷ്ടമല്ല. ഞാൻ ഇല്ല. അത് നമ്മൾ 2 അങ്ങനെ ആയതുകൊണ്ടല്ല, ഒരാളെ മാത്രം അങ്ങനെ ആയതുകൊണ്ട് നടക്കില്ലല്ലോ. പിന്നെ അപ്പൊ അതേപോലെ അപ്പൊ ഗൾഫിലുള്ളവർക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ നമുക്ക് സാധിച്ചോണമെന്നില്ലല്ലോ. പക്ഷെ നമ്മൾ ഈ നാട്ടിലുള്ളപ്പോൾ വീഡിയോ കോൾ ചെയ്യാൻ ഡെയിലി ഏട്ടൻ വീഡിയോ കോൾ ചെയ്തിട്ട് ഡെയിലി രാത്രി ഏട്ടൻ വീഡിയോ കോൾ ചെയ്തിട്ട് അമ്മേനെ കണ്ടു. അമ്മയ്ക്ക് വൈകിട്ട് അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും വീഡിയോ കോൾ ചെയ്തിട്ട് ഏട്ടൻ കണ്ടു. അതും നമ്മള് സമയമില്ല എന്തിനാണ് പറഞ്ഞത്, നമുക്ക് സമയമില്ല, ഒന്നിനും സമയമില്ല. അമ്മേനെ വിളിക്കാൻ സമയമില്ല, അമ്മേനെ കാണാൻ സമയം, അങ്ങനെയുള്ളവരുണ്ട് ഇഷ്ടംപോലെ. പക്ഷെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ നമ്മളെല്ലാത്തിനും സമയം കണ്ടത്. പക്ഷെ നമ്മുടെ ഭാര്യയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയം കണ്ടെത്തുന്നുണ്ട്, നമ്മുടെ മക്കളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ അല്ലേ എല്ലാവരും. പക്ഷെ അച്ഛനമ്മമാരുടെ കൂടെ കളയാൻ മാത്രം നമുക്ക് സമയമില്ല. അതൊരു പ്രായം കഴിയുമ്പോൾ വേണ്ട, വേസ്റ്റ്. പക്ഷെ അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതല് വേണ്ടെന്ന് നമ്മൾ വിചാരിക്കണ്ടോ? നമുക്ക് സമയമില്ല. ഇപ്പം അമ്മേടെ അടുത്ത് ഹോസ്പിറ്റൽ അതൊക്കെ സമയമില്ല, കുട്ടിയാണ്, എനിക്ക് കുട്ടികളുണ്ട് വീട്ടിൽ, അങ്ങനെയാണ് നമുക്ക് പറയാം, സമയമില്ല. പക്ഷെ ഇവരുണ്ടാക്കി മുതൽ മേടിക്കുമ്പോൾ മാത്രം നമുക്ക് ഒരു തരത്തിൽ നമുക്കൊരു എക്സ്ക്യൂസ് ഇല്ല. കഷ്ടപ്പെടാൻ വേണ്ടി ജനിച്ച 2 ആൾക്കാര് സുഖം അറിഞ്ഞിട്ടില്ല. ഇത്രയും കോടിക്കണക്കിന് ആസ്തി അവരുണ്ടാക്കിയിട്ടും ലൈഫിൽ അവരെ സുഖം എന്താന്ന് ആ 2 അമ്മയൊക്കെ ഈ പറഞ്ഞ മാതിരി 6-7 മക്കൾക്ക് വെച്ചുണ്ടാക്കി കൊടുക്കില്ല, പൈപ്പില്ല, ഗ്യാസ് ഇല്ല, വെള്ളം കോരില്ല, പിന്നെ അന്നയുടെ സമയമില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്നോട് പറഞ്ഞ അടുത്ത ചോദ്യം ഞാൻ എന്നോട് പറഞ്ഞു പോകണം നമുക്ക് കാണാം. അപ്പം ഞാൻ അപ്പോഴത്തേക്ക് ഞാൻ പറയും, അന്നേട്ടാ ഇന്ന് ഇത്രയും സൗകര്യം ഉണ്ടായിട്ട് നമ്മൾ 2 ആളെ ഇങ്ങനെ വളർത്തുന്നത് നമുക്ക് സമയം ഇല്ല. അന്ന് അന്നയുടെ അമ്മ ഞാൻ അന്നയുടെ എന്നേക്കാൾ ഒരുപാട് വയസ്സിന് മൂത്ത ആളായിരിക്കും. ഇത് മീൻകറിയൊക്കെ വെക്കാൻ തുടങ്ങണ നേരത്താവും ഇഞ്ചി പറിക്കാൻ പോണത്. വീടിന്റെ ചുറ്റുവട്ടത്ത് പോയിട്ട് ഇഞ്ചി പറിക്കാൻ പോവുക, എന്നിട്ട് അതൊക്കെ കൊടുന്ന, അല്ലാണ്ട് ഇതാ ഫ്രിഡ്ജിന്റെ അടുത്ത് ചതക്കിയ പിടിക്കുന്നല്ല. അമ്മയും അരക്കുക, ആലോചിക്കാൻ പറ്റില്ല. മിക്സി ഇല്ല, കറണ്ട് ഇല്ലാത്ത കാലഘട്ടം ഉണ്ടായിട്ട്, മോട്ടർ ഇല്ലാത്ത കാലഘട്ടം, ഗ്യാസ് അടുപ്പ്. ഗ്യാസ് വരുന്നതാണ് ഞാൻ കല്യാണം ഗ്യാസ് അടുപ്പ് 28 വർഷം ആവണുള്ളൂ ഗ്യാസ് അടുപ്പ് വീട്ടിലുണ്ടായിരുന്നു. അതുപോലെ അടുപ്പത്ത് കുക്കറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഇത്ര മക്കൾക്കും അച്ഛനും അതും ഈ വീട്ടടക്കള പണിയിട്ടാണ് പറമ്പില് പാടത്തും പണിക്ക് ഇറങ്ങണമെങ്കിൽ കൂടുതലും മുതലപ്പേരിയാ. അത് ഉണ്ടാക്കെങ്കിൽ അടുപ്പിന്റെ മുകളിൽ എളുപ്പമല്ല. വെള്ളത്തിലിട്ടേക്കും തലേ ദിവസം. കല്ല് വറക്കാൻ തരും എനിക്ക്. കല്ല് വറക്കിയിട്ട് വെള്ളത്തിലിട്ടേക്കും. മുതലയിൽ കല്ലുണ്ട്. ഇന്നത്തെ മാതിരി സൂപ്പർ മാർക്കറ്റിൽ നിന്നൊന്നല്ലോ. പാറയമ്പാടത്ത് ഒരു രാഘവേട്ടൻ്റെ കട ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രാഞ്ചേട്ടൻ്റെ കട ഉണ്ട്. അവിടെയൊക്കെ കല്ലുള്ളതല്ല, തെരഞ്ഞിട്ട് ഇത് ലൂസല്ല. അങ്ങനെയാണല്ലോ, പറയാൻ പറ്റില്ല. വെറുപ്പിക്കല്ല, എന്താ ചിലപ്പോ ഇങ്ങനെ ഒരാളുടെ വാക്കുകൊണ്ടായിരിക്കാം ഒരാൾക്കുള്ള തിരിച്ചറിവ്. ഒരു പക്ഷെ അന്നേണങ്ങൾ എത്ര വയസ്സിൽ താഴെ എൻ്റെ വാക്കുകൾ പല പ്രാവശ്യം അന്നേണ ഉപകാരപ്പെട്ടിട്ടുണ്ട് ഇല്ലെന്ന് പറയട്ടെ. പല പ്രാവശ്യം അന്നത് ലൈഫിൽ അനുഭവിക്കുമ്പോൾ എന്നോട് പറയും, ഉണ്ണി പറഞ്ഞിരുന്നു അന്ന്, ഉണ്ണി അങ്ങനെ ചെയ്തിരുന്നു. പിന്നെ ആ ഉണ്ണിക്ക് തോന്നണ ഒരു സമയത്ത് ഞങ്ങളുടെ മക്കളുടെ ഞങ്ങളെ കുറ്റപ്പെടുത്തി. അച്ഛനും അമ്മയ്ക്കും പൊന്നായാലും കുഞ്ഞിനായാലും പറയും, അച്ഛനും അമ്മയ്ക്ക് ഞങ്ങളുടെ അടുത്തിരിക്കാൻ നേരം. ഒരു സമയത്ത് അച്ഛന് വയ്യ, അങ്ങനെ അച്ഛനടുത്ത് പോകും. പിന്നെ അമ്മയ്ക്ക് വയ്യ, ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ നേരം കിട്ടിയിരുന്നില്ല. പൊന്നു വന്നാലും കുഞ്ഞിനെ വന്നാലും അവർക്കും ഭക്ഷണം ഉണ്ടാക്കി അവരോട് മിണ്ടാൻ പോലും സമയമില്ലാണ്ട് ഇത്തപ്പത്തെ അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ഉണ്ണിയേ നാളെ നിങ്ങളുടെ അച്ഛനും അമ്മേനെ ഞങ്ങൾക്ക് വയ്യാണ്ടായി നിങ്ങൾ വരില്ലേ? അപ്പോൾ അവർ അങ്ങനെയല്ല അമ്മ, ഞങ്ങൾക്ക് വന്നിട്ട് അമ്മേനെ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം കൊണ്ട് പറഞ്ഞാൽ അമ്മ പൊക്കുക. അവർ അഡ്ജസ്റ്റ്. പക്ഷെ അതായത് കുറേ കാണാണ്ടാകുമ്പോൾ അത് വിഷമം പറയണതാണ്. അപ്പം ഞാൻ അങ്ങനെ ഉണ്ണി ഞങ്ങൾക്ക് വയ്യാണ്ടായാലും നിങ്ങൾ വേണ്ട ഞങ്ങളെ നോക്കണമെങ്കിൽ അപ്പം അച്ഛൻ്റെ അമ്മയല്ലേ, അച്ഛൻ്റെ അച്ഛനെ നമ്മൾ പോവണ്ടേ? അപ്പോൾ അവർ ഓക്കെ, അവർ പറഞ്ഞു അറിയാം, അത് ഞങ്ങൾക്ക് വിഷമില്ല, അമ്മ പൊക്കോ, അച്ഛനെ നോക്കിക്കോ, അച്ഛൻ ഇതൊന്നും വിഷമില്ല. അമ്മേനെ തീരെ കാണാൻ കിട്ടാണ്ടാകുമ്പോൾ ഒരു വിഷമം ഞങ്ങളുടെ മക്കൾക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു ചെറിയൊരാളുടെ വാക്ക് മറ്റൊരാൾക്ക് എത്രയോ ആൾക്കാർ വൃദ്ധസദനങ്ങളിൽ അമ്മമാരെ അച്ഛന്മാരെ കൊണ്ടുവരണോ, ഭക്ഷണം കൊടുക്കാണ്ടിരിക്കണു, അടിക്കണു, ചവിട്ടണു, കൂത്തും ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ എളുപ്പമല്ല.
അപ്പൊ ഇനിയിപ്പോ ഞങ്ങള് വീഡിയോകൾ ഇട്ട് തുടങ്ങണം. ഞങ്ങൾക്ക് ഇത്ര ദിവസം ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് അറിയാം, 1-2 പ്രാവശ്യം എന്തൊരു വീഡിയോ ഇട്ടതല്ലാണ്ട് വീഡിയോ ഇട്ടിട്ടില്ല. നമുക്ക് ഇനി വീഡിയോ ഇടാണ്ട് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ കുക്കിങ് ചെയ്യണമെന്നൊക്കെ, പക്ഷെ ഒന്നും ചെയ്യാനുണ്ട്. ഇപ്പൊ ഇന്ന് ഞങ്ങളിവിടെ വീട്ടിൽ വെച്ചിട്ട് ചോറ് വെച്ചു. എന്നിട്ട് ഉണ്ണോട് ചോറിനുണ്ടാക്കുമ്പോൾ കഞ്ഞിയും അച്ചാർ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. തനി പുളിയിഞ്ചി അച്ചമ്മയുടെ അണിത്തത്തിന് പുളിയിഞ്ചി കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൂട്ടി കഞ്ഞി കുടിച്ചിട്ട് പിള്ളേർ എനിക്കൊന്നും ഉണ്ടാക്കാൻ തോന്നണില്ല. മനസ്സിനൊരു എന്തോ ഒരു സെറ്റ് ആയിട്ടില്ല. എന്തോ ഉണ്ടാക്കാനോ ഒന്നിനും. എങ്ങനെ ഫുഡ് ഒരു മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കണ വ്യക്തി ഞാൻ. എനിക്കൊന്നും ഉണ്ടാക്കാൻ തോന്നുന്നില്ല. എന്തോ ഒരു കൈമോ കാലുമോ ചിറ്റി കിടക്കാൻ എന്തൊക്കെയോ ചിറ്റി കിടക്കണ ഒരു ഫീല്. നമുക്ക് ഒന്നിനൊരു അവരെന്തായാലും വൈകുന്നേരം കഞ്ഞി കുടിച്ചിട്ട് അവര് ട്യൂഷന് പോയിട്ട്. അപ്പൊ അങ്ങനെ അല്ല, ഞാൻ കഞ്ഞി കൊടുക്കാൻ കഞ്ഞി അല്ലെങ്കിൽ കാളം കൂട്ടി അവർ മിനിറ്റ് ട്യൂഷൻ ടീച്ചർ വയ്ക്കുന്നുണ്ട്. അത് കുണിക്കുമ്പോള് മാമിന്റെ ഫോണിൽ നിന്ന് വിളിച്ചത് അത്ര മാം അറിഞ്ഞിട്ടില്ല. ഫോൺ വിളിച്ചത് മാം അടുത്തിരിക്കുന്നുണ്ട്. അല്ല, മാമും അവര് കുട്ടികളിൽ എന്ത് മാം എന്നുള്ള ഇതൊന്നുമില്ല. എടി പൊടി ബന്ധാ കുട്ടികളും മാമും തമ്മില്. അപ്പോൾ അങ്ങനെ അപ്പൊ ഇനി നമ്മുടെ ലൈഫില് ഇനി നമ്മൾ സെറ്റായേ പറ്റൂ. നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ട്രോൾ വീഡിയോകൾ കുറേ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ ഇത്ര ദിവസമായിട്ട് സത്യം ഇൻസ്റ്റയിലോ യൂട്യൂബോ ഒന്നും ഞാൻ എടുത്ത് നോക്കിയെന്നില്ല. ഞാൻ ആക്റ്റീവ് അല്ലായിരുന്നു ഒന്നിലും. 2-3 ദിവസം മുന്നേ ഞാൻ ഉറങ്ങുമ്പോഴാണ് കുഞ്ഞ കൊടുന്ന് കാട്ടിയത്. അമ്മ നോക്കിയേ ഞാൻ പൊന്നീശ്വരി വീഡിയോ എടുത്തിട്ട് ട്രോൾ വയ്ക്കണം ഇങ്ങനെ എടുത്തായിട്ടത്. ഒരു ഭാര്യയും ഭർത്താവും കൂടി സംസാരിക്കും. അപ്പോൾ അവർ അതിൽ തന്നെ പറഞ്ഞിട്ട് മറ്റുള്ളവരെന്തൊക്കെ പറഞ്ഞാലും അവർക്കൊരു കുഴപ്പമില്ല, ഇനി ഞങ്ങളുടെ വീഡിയോ കൊണ്ട് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും എടുത്ത് കണ്ടതില്ല. മോള് എടുത്ത് കൊടുത്ത് കണ്ടപ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടതാണ്. അതിൻ്റെ ഐഡിയയിൽ ഹൈസ അവൻ്റെ ഒരു വീഡിയോ കിടക്കുന്നത് ഞാൻ എടുത്തില്ല, ഞാൻ കണ്ടില്ല. അതിനായിട്ട് ഉറങ്ങുന്ന നേരത്താണ്. ഞാൻ 2 ആൾ ഉറങ്ങിയതായിരുന്നു. ഒരു 10-11 മണി അതിൻ്റെ രാത്രി നേരത്താണ്. അപ്പോൾ അത് കണ്ടപ്പോൾ കെട്ടുന്ന ഇങ്ങനെ മെഴുകുണ്ട്. അതിൽ ആദ്യം ഒരു കാര്യക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. വാഴ നനയണയുടെ ഒപ്പം ചീരി നനയട്ടെ എന്ന് വിചാരിച്ചത്. അത് എന്നെയാണ് ചീരാന്ന് ഉദ്ദേശിച്ചത്. അതായത് ഞാൻ അവൾക്ക് വന്നൊരു കമൻറ്റിൻ്റെ റിപ്ലൈ ഞാൻ എൻ്റെ വീഡിയോ കൂടെ കൊടുത്തു എന്നുള്ളതാണ് പറഞ്ഞത്. വാഴ നനയണയുടെ ഒപ്പം ചീര ഒന്ന് നനയട്ടെ എന്ന്. എൻ്റെ മോൾ എന്നോട് വിഷമമായിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങനെ കമൻറ്റ് വരുന്നു എന്ത് ചെയ്യാമ്മ. എന്നിട്ട് അവൾ വിഷമിച്ച് പറഞ്ഞപ്പോൾ അത് ഞാൻ പ്രതികരിച്ചു. അതിന് അവകാശം എനിക്കുണ്ട്. ഞാൻ അവളുടെ അമ്മയല്ലേ. എൻ്റെ മക്കളെ ആരെങ്കിലും എന്ത് പറയുമ്പോൾ നമ്മൾ അച്ഛനമ്മമാരല്ലോ ചോദിക്കാൻ പോയി. നിങ്ങളെങ്ങനെ നിൽക്കാറില്ല, നിങ്ങളുടെ പേരൻസ് എങ്ങനെ, നിങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ മക്കളുടെ കാര്യം ആരും നാട്ടുകാർ ചോദിച്ചാലും പിടിച്ചാലും നിങ്ങൾ ചോദിക്കാൻ പോകണ അച്ഛനും അമ്മയാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മക്കൾ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കാറുണ്ട്. ഈ വാഴയും ചീര ഒരു പറമ്പിലാണ്. അയൽവക്കത്തെ ചീരകളല്ലേ നിങ്ങളും അതിന് നനവും ഇവിടെ നനഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിന് കട്ടിട്ട് അപ്പുറത്തെ പറമ്പിലേക്ക് കൊണ്ടുപോവാണോ? നമ്മളിതൊക്കെ ഒരേ പണിയല്ലേ, വലിച്ചെടുക്കല്ലേ ചെയ്യണത് നിങ്ങളും. അപ്പൊ ഇതൊക്കെ നമ്മളെ ഒരേ തൊഴിലല്ലേ മക്കളെ. ഈ വാഴയും ഈ ചീരയും ഒരു പറമ്പിലെത്തിയാ നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പുറത്തെ പറമ്പിലെ തെങ്ങിന് കുറച്ചൊന്ന് വളം പറഞ്ഞ ഏലനക്കിയുടെ ചെറുനക്കിന്നൊരു പഴഞ്ചൊല്ല എന്തൊക്കെ ഒരു ഡയലോഗ് ചേട്ടനുണ്ട്, ഏലനക്കിയുടെ ചെറുനക്കിന്ന്. അപ്പൊ ആ ഒരു ഗണത്തിന് തന്നെയല്ലേ നിങ്ങളും പെട്ടത്. അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോക്ക് റിപ്ലൈ തരാനുള്ള കാരണം ഇതാണ്. ഞാൻ വേറെ ഒരു വീഡിയോയും ഞാൻ ഇപ്പോൾ ഒരു ട്രോൾ വീഡിയോ ഞാൻ എടുത്ത് കാണാറ്. നമ്മളെ കാണുമ്പോൾ നമ്മൾ മാനസികമായിട്ട് നമ്മളതിനെ തകർക്കാനും അതുകൊണ്ട് ഗുണമുള്ളൂ. വേറെ ഒന്നിനും ഒരു ഗുണമില്ല. അപ്രത്യക്ഷമായിട്ട് എന്തെങ്കിലും കണ്ടതിന് മാത്രമേ ഞാൻ റിപ്ലൈ കൊടുക്കാറുള്ളൂ. ഞാൻ അപ്രത്യക്ഷമായിട്ട് കണ്ടതുമല്ല. എൻ്റെ മോള് 2ാമത്തെ ആളെ അമ്മ അയാൾ കുറച്ച് കൂടുതലാണ്. ഇയാളെ ചൊറിച്ചിരുന്നാണ്ട് കൊണ്ടു കാട്ടി തന്നു എൻ്റെ മോള്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവിടെ ചേനക്ക നനയ്ക്കണില്ല, അതാണ് ഇത്രയും ചോറിയാണ്. ഇവിടെ വാഴയും കിട്ടുന്നത് ചേന അപ്പുറത്തെ ചേന ഇടയ്ക്ക് നനയുണ്ട് ചൊറിഞ്ഞു. അപ്പൊ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞപ്പോ ആളുടെ ഭാര്യയ്ക്കൊന്ന് നാവൊന്ന് ഉളിക്കായിരുന്നു. കണ്ടായിരുന്ന എൻ്റെ മോൾ ആ പ്രൊഡക്റ്റിന്റെ പേര് പറഞ്ഞപ്പോ അതിന് തെറ്റ് പറ്റിയതാണ്. അവ പറ്റിയിട്ടുണ്ടാവും. മനുഷ്യ നമ്മളെ എരും പുളിയൊക്കെ കൂട്ടണ നാവല്ലേ എൻ്റെ സഹോദര. നമുക്ക് അങ്ങോട്ട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും പെർഫെക്റ്റ് ആയിരിക്കണവരല്ലോ. ഏഷ്യനെറ്റ് ചാനലില് വാർത്ത വായിക്കുമ്പോ നല്ലൊരു തെറ്റ് പറ്റിയൊരു അത് ഒരുപാട് മുഖ്യമന്ത്രി എത്ര മന്ത്രിമാരെ പ്രസംഗിക്കാനല്ലോ മയക്കാനല്ലേ തെറ്റ് വരുന്നു. എന്തൊക്കെ തെറ്റുകൾ മനുഷ്യന്മാര് അതൊക്കെ ഇങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുവരുമ്പോ അല്ലെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യായിരുന്നു സഹോദരി. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞപ്പോ ഇയാൾക്കും തെറ്റിയില്ലേ, വായന അവരൊന്നും ഉൾക്ക് പറ്റിയില്ലേ.
അത് മനഃപൂർവ്വ അത് ഇങ്ങനെ എന്റെ മോള് അത്രമാത്രം വിദ്യാഭ്യാസമാണ്. ഞങ്ങള് വീഡിയോയിലൂടെ എന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആൾക്കാരും കാര്യങ്ങളൊന്നും അല്ല. ചേന ചൊറിഞ്ഞതാ. അപ്പൊ ഞങ്ങളെ ചീര തന്നെയാണ് താ വിഷമിക്കേണ്ട. ഈ ചീര വാഴ ഒരു പറമ്പഴത്തിനെയാ. അപ്പൊ അത് രണ്ടും നമ്മൾ സ്പ്രിംഗണറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ ഒരുമിച്ചാണ് നനയും. അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് അടുത്ത പറമ്പടിക്ക് അവർ തെളിച്ചതും അതും വലിച്ചെടുക്കണ ഒരു ചൊറിയൻ ചേനയാണ് നിങ്ങൾ എന്നാണ് എനിക്ക്. ചീര എന്ന് പറഞ്ഞ ചീര ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. ചേനയിലുണ്ടാവും. എന്നാൽ ഈ ചേന, ഈ കാട്ടുചേന ഉണ്ടല്ലോ, ഒരു കൂടുതലായിട്ട് ചൊറിയണ ജാതി. താങ്കളെ ഈ വീഡിയോ ഉണ്ടെന്ന് പുണ്യപ്രവൃത്തി ഒന്നല്ലല്ലോ, കാശിന് വേണ്ടിയിട്ട് തന്നെയല്ലേ. അതെല്ലാവരും ഈ യൂട്യൂബിൽ ഇരുന്നിട്ട് വായന താവട്ട് അടിക്കുന്ന ഈ കാശിന് വേണ്ടിയിട്ട് തന്നെയാണ്. ആരെയും നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും ആരും ഇതാക്കണില്ല. തുടർന്ന് പോവാം. അങ്ങോട്ട് ചൊറിയ നിങ്ങൾ മിണ്ടാണ്ട് നിങ്ങൾ മനുഷ്യൻ, നിങ്ങൾ മിണ്ടാണ്ട് ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിങ്ങളെ. പിന്നെ അവര് പറഞ്ഞു അവര് മറ്റുള്ളവർക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് അവരെ ബുദ്ധിമുട്ടിക്കണ പോലെ ആയില്ലേ. ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ തെറ്റ് ഞാൻ ചെയ്തത്. മൂലക്കുരുവിന്റെ അസുഖം പിന്നെ വിഷമിക്കരുത്. നിങ്ങൾ ആരും വിഷമിപ്പിക്കാത്തവരല്ലേ. നിങ്ങൾ ഈ നാട്ടിലുള്ളവരോ വീഡിയോ ഒക്കെ എടുത്തിട്ട് ചൊറിഞ്ഞിരുന്നത് അവരെ ഒന്നും വിഷമിപ്പിക്കില്ല. അങ്ങനെ വിഷമിപ്പിക്കാത്തവരാണെങ്കിൽ ആരും വിഷമിപ്പിക്കാണ്ടിരിക്കുക. ഞങ്ങളുടെ വീട്ടുകാരെ വിഷമിപ്പിക്കുന്ന അതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. മനസ്സിലായോ? കാരണം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയും പബ്ലിക്കിന് മുന്നേ വന്ന് പറയണമെങ്കിൽ അതിന് കാരണം ഉണ്ടാവും. അത് ആദ്യം മനസ്സിലാക്കൂ. മനസ്സിലായോ? നിങ്ങൾ ആരും വിഷമിപ്പിക്കാണെന്നല്ല ഈ വീഡിയോ എടുത്തിട്ടുണ്ട്. അവര് വിചാരേ ഈ പെണ്ണിന്റെ ചെൽപ്പടിക്ക് നിക്കുന്ന ഒരാളാണെന്ന് വെച്ചിട്ടാണ് ഇവരൊക്കെ നിക്കണത്. കുറച്ച് ഡൈ അടിച്ചിട്ടുണ്ടെന്നുള്ള കറുപ്പിനും മീശിക്കൊന്നൊരു കുഴപ്പമില്ല. വെപ്പൊന്നല്ല, മനസ്സിലായ? ആ മൂക്കന്റെ താഴെ കിളർത്തത് മീശ തന്നെയാണ്. തനിക്ക് മാത്രമല്ല. നമ്മളൊരു ശാന്തതയില് പോണത് എന്റെ മക്കളെ, വേറെ ഒന്നല്ല. ഞാൻ ഇപ്പൊ നിങ്ങളോട് പ്രതികരിക്കാൻ ഇതിനൊന്നല്ല ഞാൻ പറയണത്. അതായത് നമ്മളൊരു പ്രായം എല്ലാവർക്കും ശാന്തതയാവും. ഇപ്പൊ ഞാൻ എന്റെ കുട്ടികൾക്ക് ഭയങ്കര മുൻചുണ്ടിക്കാരിയാ. പക്ഷെ ഒരു ഏജ് വന്നപ്പോ അതൊക്കെ ഇങ്ങനെ ഒതുങ്ങി നമ്മൾ പോവാ. അതൊരു പ്രായമാകുമ്പോ ഓട്ടോമാറ്റിക് നമ്മൾ ഒതുങ്ങി പോകും. അത് നമുക്ക് ഈ നട്ടലിന് ബലത്തിന്റെ കുറവുകൊണ്ടൊന്നല്ല. അത്യാവശ്യം ബലമൊക്കെ ഉണ്ട് നട്ടലിന്. നമ്മളൊരു പബ്ലിക്കിന്റെ മുന്നിൽ ഒരു വീഡിയോ വീട്ടിലെ കാര്യങ്ങൾ പുറത്തേക്ക് പബ്ലിസിറ്റി ആയി പറഞ്ഞെങ്കിൽ അതിന് നമുക്കൊരു പ്രത്യേകിച്ച് തെറ്റില്ലാത്തതുകൊണ്ട് തന്നെയാണ് പബ്ലിക്കായിട്ട് നമ്മൾ മുന്നിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ കാര്യം പറയണില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കള്ളത്തരടക്കൊണ്ട് പേടിച്ചിട്ടാവും. മനസ്സിലായി? ഇതിന്റെ റിപ്ലൈ ആയിട്ട് വാഴയും ചേരും ചേനയും ഒന്നിച്ചങ്ങോട്ട് പോവാ. എന്താ ചൊറിഞ്ഞിട്ട് പോവാട്ടോ, അല്ലാണ്ട് നമ്മള് സൗഹൃദമല്ല. ഇപ്പൊ ഏതായാലും താങ്കളോടൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മര്യാദയുള്ള ആളാണെന്നുള്ളൊരു ഇതാളുണ്ടായിരുന്നു. ഒരു കുടുംബ പല ഈ ട്രോളർമാരെക്കാളും നിങ്ങളൊരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ പിന്നെ ഇങ്ങനെ തരം താഴണ പോലത്തെ ഡയലോഗുകൾ വന്നപ്പോൾ നിങ്ങൾക്ക് മുന്നേ ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയത് തന്നെ. സത്യം പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ പറ്റും. അവരൊക്കെ നിങ്ങളതിനെ എന്താ പറയുക, ഒരുത്തനും പേടിച്ചിട്ടല്ല, ഒരുത്തൻ്റെ ചിലവിലല്ല ഞങ്ങൾ ജീവിക്കുന്നത്. പക്ഷെ നിങ്ങൾ ട്രോളന്മാർ കുറെ ആൾക്കാരെ പേടിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം. എന്താ വെച്ചാൽ ഇപ്പൊ നല്ല ട്രോളന്മാരുടെ ഒരു ട്രോളന്റെ തെറ്റുകൾ വന്നതൊന്നും അഭിഷേകം പറയണ ഒരാളുണ്ട്. ഞങ്ങൾ ട്രോളാണല്ല, ട്രോൾ അറിയാഞ്ഞിട്ടല്ല. ആള് ഞങ്ങളുടെ മക്കള് പോയപ്പോ ട്രോളുകളാണ്. അപ്പൊ ഞങ്ങൾക്ക് ട്രോൾ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ നമ്മളത് ചെയ്യാഞ്ഞത് എന്താണെന്നറിയോ, ഇപ്പൊ ഞാൻ നിങ്ങളെ പ്രതികരിച്ചത് മാന്യമായിട്ടുള്ള ഭാഷയാണ്. അതിലൊരു വൃത്തിയായിട്ടൊരു വാക്കോ കാര്യങ്ങളോ, ഞങ്ങൾ വിദ്യാഭ്യാസം പറഞ്ഞാലും മറ്റുള്ളവർ വൃത്തിയായിട്ട വാക്കുകളോ തെറികളോ പറയാറില്ല. മനസ്സിലായി? പക്ഷെ ചില ട്രോളന്മാരുണ്ടല്ലോ, വായെടുത്ത കുഞ്ഞു മക്കൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് ഒന്നും ഒരു ചിന്തയില്ല. വൃത്തികെട്ട വാക്കുകൾ മോശം വാക്കുകൾ യൂസ് ചെയ്യുന്ന. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് മുന്നേ. പക്ഷെ നിങ്ങളൊക്കെ അവരെ പേടിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. ഓരോരുത്തന്മാരും ട്രോളിയില്ല. എന്ന് വെച്ചാൽ വർഗബോധം തന്നിട്ടുണ്ട്. എന്താ പറയുക, വർഗബോധം. ഒരു വർഗത്തിലുള്ള അവർക്ക് ഈ ട്രോളന്മാർക്ക് എന്ത് തെറ്റിയതാലും അവർ ഒക്കെ സപ്പോർട്ടാണ്. മറ്റുള്ളവരാരും എന്തെങ്കിലും തെറ്റോ പെറ്റോ ചെയ്തിരുന്ന് ഇങ്ങനെ ന്യായീകരിക്കാനും വലിക്കാനും പിടിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റാ. മനസ്സിലായി? അപ്പൊ അപ്പുറത്തെ പറമ്പിലെ ചേനോ ചീര എന്തെങ്കിലുമൊക്കെ ഇന്ന് നനയട്ടെ. ഇനിയിപ്പൊ ഏതൊക്കെ പറമ്പിലെ ചീരും ചേനൊക്കെ ഇത് നനയ്ക്കുന്നു എനിക്കറിയില്ല. എന്ത് നനഞ്ഞാലും നമുക്ക് ഒരു ഒരാളുടെ ചെലവിൽ ജീവിക്കണവരല്ല ഞങ്ങള് കാശ് കൊണ്ട് ജീവിക്കണം. ഞങ്ങൾ വ്ളോഗ് ഇട്ടിട്ടാണെങ്കിൽ ഞങ്ങൾ ആ വ്ളോഗിലെ കാശ് കൊണ്ട് ഞങ്ങൾ ഇരിക്കണം. നിങ്ങളെ വീട്ടിലത്തെ കാശ് എടുത്തിട്ടോ നിങ്ങളോട് 10 രൂപ കടം ചോദിച്ചിട്ടല്ല ഞങ്ങൾ ജീവിക്കണം. മനസ്സിലായോ? ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിൽ നിങ്ങളോടൊരു മാന്യതയും ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇല്ലാണ്ടാക്കിയത് താങ്കൾ തന്നെയാണ്. അതുകൊണ്ട് താങ്കൾ പറയും അവർക്ക് ഇപ്പം ഞങ്ങളെ മാത്രം നമ്മളൊരാളെ ബഹുമാനിക്കുന്നത്
ഒരാളുടെ പ്രവൃത്തികളിലൂടെയാണ്, സ്വഭാവത്തിലൂടെയാണ്. അത് ബഹുമാനിച്ച കാരനാണ് ഇതിപ്പോ പറയേണ്ടി വന്നത്, അല്ലെങ്കിൽ ഇത് ഇതല്ല അതിന്റെ കൂടുതൽ പറയരുത്. ഞാൻ ഈ പറഞ്ഞ മിണ്ടാണ്ട് നിൽക്കേണ്ടി വന്നായിരുന്നു ആളെ പേടിച്ചിട്ട്. പറഞ്ഞത് നമുക്ക് അത്ര ഒരു പാവൊന്നല്ല കേട്ടോ. അതൊക്കെ നിങ്ങളുടെ വെറും ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. ഇങ്ങനെ അച്ഛൻ പാവ, അച്ഛൻ ഞാൻ വേണ്ട ഒരു പ്രായമാകുമ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു കുടുംബം നല്ല ഭംഗിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടില്ല കണ്ട് അതേച്ചിട്ട് ഞാൻ കണ്ടവരും ഫാമിലിയിലും കണ്ടവരോട് അഴിഞ്ഞാടിലും കണ്ടവന്റെ കൂടെ പോയാ പിന്നെ കാണില്ല. പെട്ടെന്ന് തൊണ്ടിട്ടുണ്ട് അത്തരം മക്കളെ ദയമായിരുന്നു നമ്മള് പറഞ്ഞില്ലേ. ഇത് നിങ്ങൾ വിചാരിക്കണ ഗണത്തിൽപ്പെട്ട ആളല്ല, നിങ്ങൾ അത് മാറ്റി പിടിച്ചോ. പിന്നെ ഞാനിങ്ങനെ സംസാരിക്കുന്ന ആള് ഓൾറെഡി സംസാരിക്കാൻ പിന്നാക്കാച്ച ഇപ്പൊ ഒരു വീട്ടിലും ഗസ്റ്റ് ആരോട് അങ്ങനെ പൊതുവെ സംസാരിക്കും. ഇപ്പൊ ഇത്രയും കൂടുതൽ സംസാരിക്കുന്നത് എന്നെ കെട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ ഒരാളായിരുന്നു. ഇപ്പൊ വീട്ടിൽ ഗസ്റ്റ് വന്നാലും അവരെ കാണാനോ വീട്ടിൽ നിന്ന് ബാക്ക് കൂടെ ഇറങ്ങി പുറത്തേക്ക് പോകും. പണ്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു. ഞാനാണെങ്കിലും എൻ്റെ പറഞ്ഞു എനിക്ക് അവിടെ നീ വളവാതിങ്ങനെ സംസാരിക്കുന്ന സബ്ജക്ട് കിട്ടണേക്കും. ഞാൻ ഇങ്ങനെ നേരെ പോവാച്ചിങ്ങ നല്ല നിലയ്ക്ക് പോവാ, അല്ലെങ്കിൽ ഈ പരിപ്പിന്റെ അടുത്ത് വേവില്ല കേട്ടോ. ഇവിടെ ഈ പരിപ്പ് വേവില്ല, അത്രേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല, നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ ആ മനുഷ്യൻ മിണ്ടാണ്ട് വെക്കണു, ആ മനുഷ്യൻ മിണ്ടാണ്ട് വെക്കണു വെച്ചാൽ ഞാൻ പറയണതിന് എന്തിനു കാരണം ഉണ്ടാവും ആ മനുഷ്യനറിയാം. അല്ലാണ്ട് ഞാൻ ഇത് പറയില്ല എന്ന് പറയാം. ഞാൻ എന്താണെന്ന് 27 വർഷം കൊണ്ട് മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നവംബർ വന്ന 28 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് ഒരു കീഴിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഞാനൊരു വെള്ളി വീണൊരു കുറ്റം പറയാറില്ല. ഞാൻ അത് മനുഷ്യ എരും പുളിയും കൂട്ടുന്ന നാവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പറ്റിയെന്ന് വരും. മനസ്സിലായ? അത് നിങ്ങൾ ഈ കുത്തിപ്പൊക്കി ഓടുന്നതാണ് ഞാൻ പറഞ്ഞു എന്നല്ലോ. പൊന്നിനൊരു കുറ്റം പറ്റി നിങ്ങളത്തെ കുറ്റം നിങ്ങൾ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാലും കുറ്റം പറ്റിയെന്ന് ഞാൻ പറഞ്ഞു എന്നല്ലോ. വേറെ അല്ലാണ്ട് ഇപ്പൊ മലയാളം ഭാഷ കറക്റ്റ് സംസാരിക്കുന്ന ആൾക്കാരൊന്നും അല്ല. നമുക്ക് സംസാരത്തിന് കുറച്ച് വെള്ളിയൊക്കെ വീട് സ്വാഭാവികം. നമ്മൾ സാധാരണക്കാരല്ലേ. നമ്മള് അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. അച്ചടി ആയിട്ട് ഇങ്ങനെ നടന്നു പോണവരല്ല. അപ്പൊ അതിന്റെ അതോടുകൂടി ഇനി ചൊറിഞ്ഞു വന്നാൽ നമ്മൾ ചൊറിയില്ലാതൊന്നും പറയുന്നില്ല. പറ്റി നമ്മളൊരാളെ കണ്ടില്ലേ, ഒരു യൂട്യൂബേഴ്സിനെ അവരെ വേറൊരാളായിട്ട് മത്സരമായിട്ട് നിക്കണത്. അയ്യോ അവർക്ക് വേറെ പണിയൊന്നുമില്ല അങ്ങനെ. അപ്പൊ അല്ല, നല്ലൊരാളെ നമ്മൾ ഇന്നലെ കണ്ടത്, വഴി കണ്ടത്. നല്ല സ്നേഹമുള്ളൊരു കുട്ടി, യൂട്യൂബർ തന്നെയാണ്, ബിഗ് ബോസിലൊരു താരാണ്. നല്ല സ്നേഹമുള്ള കുഞ്ഞ ആദ്യമായിട്ട് കാണുന്നത് പറയാം. നല്ല സ്വഭാവല ചേച്ചി, നല്ല ഇതാലേ. അപ്പൊ അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി വരാനുള്ളത് നല്ലതിന്, വരുന്നത് നല്ലതിന്, ഉണ്ടായത് നല്ലതിന്, വന്നുപോയതൊക്കെ നല്ലതിന്. നമ്മൾ ഈ വൈരാഗ്യ ബുദ്ധി വെച്ച് എന്തൊട്ട് ഈ വൈരാഗ്യ ബുദ്ധി മനസ്സിലിങ്ങനെ വെച്ചുകൊണ്ടാണ്. എനിക്കതൊന്നുമില്ല. നമ്മളിപ്പോൾ ഇണങ്ങും സ്വാഭാവികം. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ എന്താ പറയാതിരിക്കാമല്ലോ. പക്ഷേ ഒരു 10 മിനിറ്റ് ഞാൻ കൂളാവും. അവരോട് സ്നേഹിച്ചു വന്നാൽ മനസ്സറിഞ്ഞ് സ്നേഹിക്കും. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അമ്മയുടെ കാര്യത്തിലായാലും അച്ഛൻ. അപ്പോൾ നഷ്ടങ്ങളോടൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഇത്രയും വർഷം നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ആൾക്കാർ പെട്ടെന്ന് കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോയപ്പോൾ ഒരു ബുദ്ധിമുട്ട് വിഷമം ഉണ്ടിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആ ഒരു വിഷമം നല്ല മാതിരി ഉണ്ട്. എന്താ വെച്ചാൽ അപ്പോൾ എന്നും ഞങ്ങൾ രാവിലെ സ്കൂളുണ്ടാക്കി ഞങ്ങൾ വരുമ്പോൾ അന്നേടെ എന്നെ തറവാട്ടിൽ ഇറക്കി വരും. എന്നിട്ട് അന്നേടെ വീട്ടിൽ വന്ന് വണ്ടി ഇട്ടതിന് ശേഷമാണ് എന്നെ എടുക്കുക. എന്നിട്ട് അവിടെ ഒരു 1-2 മണിക്കൂർ അമ്മയുടെ അടുത്ത് വന്നിരുന്നു. അടുത്ത അമ്മയുടെ ഞങ്ങൾ വരും. അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ ഒരുപാട് നാളിങ്ങനെ വയ്യാണ്ട് കിടന്ന ആളെ പെട്ടെന്ന് മരിച്ചു പോയ കുഴപ്പമില്ല. അമ്മ ഒരു 8-9 വർഷമായിട്ട് ഇങ്ങനെ ഒക്കെ റൂമിൽ ഇരിപ്പാണ്. അല്ലാണ്ട് അമ്മയ്ക്ക് എടുപ്പായിട്ടോ അസുഖമായിട്ട് കിടന്നോടത്ത് കിടന്നല്ല, ഒന്നുമല്ല. അമ്മയുടെ ആവശ്യം അമ്മ എനിക്കും അമ്മക്ക് കഴിഞ്ഞ് നോക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു. അല്ലാണ്ട് അമ്മക്ക് എടുപ്പായിട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഓർമ്മക്കുറവോ കാര്യങ്ങളോ അമ്മ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളോ ഒന്നും അമ്മയ്ക്കുണ്ടായിരുന്നു. പെട്ടെന്ന് അമ്മ മരിക്കുന്നത് ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ആ പെട്ടെന്നുള്ള ഒരു പോക്ക് നമുക്ക് പറഞ്ഞ പോലെ എല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് ഇതുപോലെ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ വീട്ടിൽ തറവാട്ടിലായിരുന്നു എല്ലാവരും. ഇപ്പോൾ എല്ലാവരും ഏട്ടനെ എടുത്തും ഞങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളപ്പോൾ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും ഏട്ടനെ എടുത്ത് പോയി ഗൾഫിലേക്ക്. അനിയനും ഭാര്യ അവിടെ, ഞങ്ങളുടെ വീട്ടിലായി, പൊന്നുമഞ്ഞുൻ്റെ വീട്ടിലായി, ഇപ്പം കുഞ്ഞിനെ വെച്ച് പോയി. അപ്പോൾ എല്ലാവരും പോയപ്പോൾ വീണ്ടും എന്താ ട്യൂഷൻ പോയപ്പോൾ നമുക്ക് ഒന്നും ഭക്ഷണമൊന്നും കഴിക്കാനോ ഒന്നിനും തോന്നുന്നില്ല, ഒരു മൂകത. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നാളെ തൊട്ട് നമ്മൾ കുക്കിംഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ പോയാലോ? ബൈ. ഇനി വ്ളോഗേഴ്സ് ഞാൻ പ്രതികരിച്ച ചീര ചേന ഏതാ
ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി, വിഷമിക്കണ്ട. ഓക്കെ, ഇതിപ്പോ എന്റെ ഉള്ളിലൊരു സ്നേഹമുള്ളത് അതൊന്നല്ല, സ്നേഹമൊന്നുമല്ല. നമ്മളാണ് ഒരാൾ വേദനിക്കേണ്ടത്. അത് എനിക്കൊരു തോന്നൽ അത്രേ ഉള്ളൂ. നിങ്ങൾ ഞങ്ങളെ വേദനിപ്പിക്കണം അതൊന്നും നിൽക്കില്ല. പക്ഷെ നമ്മളായിട്ട് ഒരാളെ വേദനിപ്പിക്കാൻ പോവാറില്ല. പിന്നെ നമ്മളെ ഇത് ചോരുമ്പോൾ നമുക്ക് അതിന്ന് സഹിക്കേണ്ട കാര്യമില്ലാത്തോണ്ട് പ്രതികരിച്ച് പോകണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി. ഓക്കെ, ബൈ.